നമുക്കിനി മലപ്പുറത്തേക്ക് വീണ്ടും പോയാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് ഈ വിജയം കൈവരിച്ചതെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ മീഡിയ വണ്ണിനോട്. വെറുപ്പും വിദ്വേഷവും മലപ്പുറത്ത് വിലപ്പോകില്ല എന്ന് വോട്ടർമാർ തെളിയിച്ചു. ശ്വാസം മുട്ടിയ വെള്ളാപ്പള്ളിക്ക് ഇനി ശ്വാസം വിടാം. തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മികച്ച മുന്നേറ്റം മുസ്ലിം ലീഗിനുണ്ടായി. പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് ഐക്യത്തിന് അനുകൂലമാണ്. അതിന് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുമുണ്ട്. തടസ്സം നിൽക്കുന്നത് കോൺഗ്രസുകാരാണെന്നും അത് നേതൃത്വത്തിന് അറിയാമെന്നും പി അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാഷ് മീഡിയ വണ്ണും ചേരുകയാണ്. UDFന് കേരളത്തിലുടനീളം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? അല്ല, ഇവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 33 ജില്ലാ പഞ്ചായത്തുകളിൽ 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഞങ്ങൾ ജയിച്ചു. അതിൽ 23 ഡിവിഷൻ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നു. അതൊക്കെ വലിയ ഭൂരിപക്ഷത്തിന് ഏകദേശം 6 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തിൽ മാത്രം ഞങ്ങൾക്കുണ്ട്. പിന്നെ 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 15 ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങളുടെ കയ്യിലാണെന്ന് തന്നെ പറയാം. ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്തുമാണ് ടൈല് നിൽക്കുകയാണ്, നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയാണ്. 12 മുനിസിപ്പാലിറ്റി, ആ 12 മുനിസിപ്പാലിറ്റിയിൽ 11 മുനിസിപ്പാലിറ്റി തൂത്തുവാരി. പെരിന്തൽമണ്ണയിലൊക്കെ വിജയമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊക്കെ പ്രതീക്ഷക്കപ്പുറത്തുള്ള വിജയമാണ്. നേരത്തെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ളൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷയല്ല. വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ആക്ച്വലി മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന് ഇവിടുത്തെ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് തന്നെയല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് വളരെ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചു. മുസ്ലിം ലീഗ് ഇപ്പോൾ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിനൊക്കെ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടത് മുസ്ലിം ലീഗ് തന്നെയാണല്ലോ. പക്ഷേ അവിടെ മുസ്ലിം ലീഗ് ഏതാണ് കോൺഗ്രസ് ഏതാണെന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള നല്ല പ്രവർത്തനം LDFൻ്റെ ഉൾപ്പെടെ വോട്ടുകൾ ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്നാമത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനരോഷം, പിന്നെ ഈ ജില്ലയിൽ ചില നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങൾ, വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള വലിയ തോതിലുള്ള ജില്ലയ്ക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ദുഷ്പ്രചരിപ്പിക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വെറുപ്പും വിദ്വേഷവും